2014 നമ്മൾ ഡിഫൈൻ എന്നുള്ള ഓർഗനൈസേഷനെ മാർക്കറ്റ് ചെയ്ത് അന്ന് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും ഇത്ര ബൂമിങ് ആയിട്ടില്ല. ആ സമയത്താണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ, ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അന്ന് നമ്മൾ ഡിഫറെൻറ്റ് വേർഡ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പറയാം ഇൻ്റർനെറ്റിൽ ത്രൂ മാർക്കറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ മാർക്കറ്റ് ചെയ്യുക. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ലേൺ ചെയ്യുക എന്നുള്ള, എഡ്യൂക്കേറ്റ് ചെയ്യുക, എന്ത് പുതിയത് വരുമ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നല്ലോ. അന്ന് ഞാൻ തിരിച്ച് മനസ്സിലാക്കിയൊരു സംഭവം എന്താ വെച്ചാൽ, ഒരു പക്ഷേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ എഡ്യൂക്കേറ്റിംഗ് വളരെ ഈസി ആയിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ശരിക്കും റിയാലിറ്റിയിൽ ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആ എഡ്യൂക്കേറ്റിങ് കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ള ലെവലിൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ അതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് അംഗങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലാവരും ഇതേ ടാസ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ ബൈ മൗത്ത് പബ്ലിസിറ്റി ആയിട്ടൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാനത് കാണുന്നത്. സോ കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണ്. നമ്മളതിൽ നമ്മുടെ USP വെച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതും ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഒരു സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കോമ്പറ്റീഷനെ വെൽക്കം ചെയ്ത് അതൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആക്കി എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുന്നിടത്താണ് ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്.